ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ച ചെയ്യാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, വെൻ ഐ ലുക്ക് ബാക്ക്, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്, ലൈക്ക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പോൾ അമ്മ ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എൻ്റെ മോള് ജോലി ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ പേരുണ്ട്. അപ്പം എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല, വൈ എം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. അതിൽ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്നൊരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മളിടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മീഡിയ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പോൾ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് shut everyone's mouth, or like I always say, internet is a different world altogether. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നത്. അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ, ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഐ തിങ്ക് എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലവൾ പറഞ്ഞു കിട്ടാത്ത പൊളിക്കുന്നു പറഞ്ഞാൽ, കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങ് ചെയ്യാന്നുള്ളതാണ്. കിഷ്കിന്ത എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു ഫിലിമാണ് അത് ആലോചിക്കുമ്പോൾ. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുദ്രം ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്താകാണ്ടാണെങ്കിലും രുദ്രമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെയും ഭാഗമാകുന്നത്.